ഈ ഗുണ്ടാ സംഘങ്ങളുമായി നേരിട്ട് സംസാരിച്ച ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നു. ടോം, ഈ ഔറംഗസേബ് പറഞ്ഞ നിരവധി കാര്യങ്ങളുണ്ട്. നമുക്ക് എല്ലാ കാര്യങ്ങളും വളരെ വേഗത്തിലല്ല പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടത്. എല്ലാ കാര്യവും വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ടോം തന്നെ ചോദിക്കുന്നുണ്ട്, എന്താണ് ഈ സ്വർണ്ണക്കടത്തിന് പിന്നിൽ നടക്കുന്ന സംഭവങ്ങൾ? പലപ്പോഴും ആ ചോദ്യത്തിൻ്റെ ഒരു പ്രസക്തി വർദ്ധിപ്പിക്കുന്നത്, പലപ്പോഴും വാർത്തകൾ വരുമ്പോൾ മാത്രമാണ് സ്വർണം കടത്തി അല്ലെങ്കിൽ മറ്റൊരു ക്രിമിനൽ സംഘം സ്വർണം തട്ടിക്കൊണ്ടുപോയി തുടങ്ങിയ വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നത്. പലതരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നിയമവിരുദ്ധമായി സ്വർണം കടത്തി രാജ്യത്തേക്ക് കൊണ്ടുവരുന്നു. ആ സ്വർണം കൊണ്ടുവരുന്നയാളിൽ നിന്നും തട്ടിയെടുത്ത് മറ്റൊരു സംഘം കൊണ്ടുപോകുന്നു. ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന അതിവിപുലമായ ഒരു ഗുണ്ട ആസൂത്രണം തന്നെ നടക്കുന്നു. ഇതെങ്ങനെ നടക്കുന്നു എന്നൊക്കെയാണ് ഈ ഔറംഗസേബ് വെളിപ്പെടുത്തുന്നത്. ശരിക്കും ഈ സ്വർണ്ണക്കടത്ത് അല്ലെ സ്വർണം തട്ടിക്കൊണ്ടുപോവുക, സ്വർണം പൊട്ടിച്ചുകൊണ്ടുപോവുക, അങ്ങനെ ഒരു വാക്കാണ് അവർ ഉപയോഗിക്കുന്നത്. അതിന് പിന്നിൽ വലിയൊരു ആസൂത്രണം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ സംസ്ഥാനത്ത് ഇപ്പോൾ അത് നടക്കുന്നു എന്ന് തന്നെയല്ലേ ഈ ഔറംഗസേബ് പറഞ്ഞു വെക്കുന്നത്? ടോമ, തീർച്ചയായും സജിത്ത്, കാരണം ഈ കൊച്ചിയിലെ ഗുണ്ട കൊട്ടേഷൻ സംഘങ്ങളെക്കുറിച്ച് പതിറ്റാണ്ടുകൾക്ക് മുൻപേ നമുക്കറിയാവുന്ന കാര്യമാണ്. ഒരു കാലത്ത് തമ്മനം ഷാജി, തമ്മനം ഫൈസൽ, മരട് അനീഷ്, അങ്ങനെയുള്ള ഗുണ്ടാ നേതാക്കന്മാർ, അല്ലെങ്കിൽ ഭായ് നസീറിനെ പോലുള്ള ഗുണ്ടാ നേതാക്കന്മാർ അടക്കി ഭരിച്ചിരുന്ന, നിയന്ത്രിച്ചിരുന്ന കൊച്ചി നഗരം കഴിഞ്ഞൊരു 3-4 വർഷം മുൻപ് വരെയും വലിയ ശാന്തമായിരുന്നു. ഈ ഗുണ്ടാ ആക്ടിന് പിന്നാലെ ഗുണ്ടകളെ ഒരു പരിധിവരെ അടിച്ചമർത്താൻ കഴിഞ്ഞിരുന്നു. പക്ഷെ വീണ്ടും ഈ ഗുണ്ടാ സംഘങ്ങൾ കൊച്ചിയിൽ തലപൊക്കിയതോടെയാണ് നമ്മൾ ഈ ഗുണ്ടാ കേന്ദ്രത്തെ, കൊച്ചിയിലെ അധോലോക കേന്ദ്രത്തെക്കുറിച്ച് അന്വേഷിക്കാൻ പോയതും അങ്ങനെയാണ് ഔറംഗസേബിലേക്ക് എത്തിപ്പെടാൻ കഴിഞ്ഞതും. ആരാണ് ഈ ഔറംഗസേബ് എന്ന് ചോദിച്ചാൽ 32ഓളം ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ഒരു കൊലക്കേസടക്കം മുൻ ഗുണ്ടാ നേതാവ് ഉണ്ണിക്കുട്ടനെ കർണാടകയിൽ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയ കേസിലെ 1ാം പ്രതിയാണ് ഈ ഔറംഗസേബ്. പെരുമ്പാവൂർ അനസ്, മരട് അനീഷ്, ഭായ് നസീർ, തമ്മനം ഫൈസൽ ഉൾപ്പെടെയുള്ള ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം, വിവിധ ഗുണ്ടാ നേതാക്കന്മാർക്കൊപ്പം പ്രവർത്തിച്ചിരുന്ന ഒരു പ്രമുഖനാണ് ഔറംഗസേബ്. ഈ ഔറംഗസേബാണ് കൊച്ചിയിലെ അധോലോകത്തെക്കുറിച്ച് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയത്. അതായത് നേരത്തെ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ മാത്രമായിരുന്നു ഇവർ നടത്തിയിരുന്നുവെങ്കിൽ ഇന്ന് പണമുണ്ടാക്കാൻ വേണ്ടി മറ്റു പല ഇടപാടുകളിലേക്കും കൊട്ടേഷൻ സംഘങ്ങൾ മാറുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള, ഏറെ നടുക്കുന്ന കാര്യം. അതായത് സ്വർണം, നേരത്തെ സജിത്ത് സൂചിപ്പിച്ചതുപോലെ സ്വർണം കടത്തും സ്വർണം പൊട്ടിക്കലും. കാരണം ഇതിന്റെ ലാഭം വലിയ രീതിയിലുള്ള ലാഭം ഇതിന് പിന്നിലുണ്ട്. കാരണം രാജ്യത്തെ തന്നെ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്ന രീതിയിലുള്ള, അതിന് രാജ്യദ്രോഹ കുറ്റം തന്നെ ആണ് ഈ സ്വർണം കടത്ത് എന്നത് നമുക്ക് വളരെ വ്യക്തമായി അറിയാം. പക്ഷെ അതിനകത്തെ ചതികൾ കൂടി തുറന്നു പറയുകയാണ് ഔറംഗസേബ്. ഇതിലേറ്റവും പ്രധാനം, ഈ സമീപകാലത്താണ് ഈ സ്വർണ്ണക്കടത്തിലേക്കും സ്വർണം പൊട്ടിക്കലിലേക്കും ഗുണ്ടാ നേതാക്കന്മാർ, കൊട്ടേഷൻ സംഘങ്ങൾ കടക്കുന്നത്. അതിൽ പ്രധാനി പെരുമ്പാവൂർ അനസ് എന്ന ഗുണ്ടാ തലവനാണ്. പെരുമ്പാവൂർ അനസ് ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിലെ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രധാനമായി അറിയിക്കുന്നത്. വലിയ പ്രധാനപ്പെട്ട ഒട്ടേറെ കൊലക്കേസുകളിലും വധശ്രമ കേസുകളിലും തട്ടിക്കൊണ്ടുപോക്കൽ കേസിലും ഒക്കെ പ്രതിയാണ് ഈ പെരുമ്പാവൂർ അനസ്. നേരത്തെ ഒരു തീവ്രവാദ കേസിലടക്കം അദ്ദേഹത്തിന്റെ പങ്ക് പുറത്തു വന്നതാണ്. അങ്ങനെ ഈ പെരുമ്പാവൂർ അനസിനെ കുറിച്ച് തുറന്നു പറയുകയാണ്. പെരുമ്പാവൂർ അനസ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? റീൽസിലൂടെ യുവാക്കളെ സ്വാധീനിക്കുന്നു. 300ഓളം യുവാക്കൾ പെരുമ്പാവൂർ അനസിന്റെ കീഴിലുണ്ട്. തട്ടിക്കൊണ്ടുപോകലുണ്ട്, അതോടൊപ്പം കൊട്ടേഷൻ പ്രവർത്തനങ്ങളുണ്ട്. ആളുകളെ തട്ടിക്കൊണ്ടുപോയി ഇവർ കൊല ചെയ്യുന്നത് കേരളത്തിന്റെ പുറത്തുള്ള സംസ്ഥാനങ്ങൾ, കർണാടക, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലാണ്. അതില് ഈ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തികം ഉണ്ടാക്കാനുള്ള പ്രധാനപ്പെട്ട സ്രോതസ്സായി ഇവർ ഇപ്പോൾ കാണുന്നത് ഈ സ്വർണം പൊട്ടിക്കലിനെയാണ്. അതിനകത്തെ ചതിയെക്കുറിച്ച് ഔറംഗസേബ് പറയുന്നത് ഇങ്ങനെയാണ്: ഈ സ്വർണം കയറ്റി വിടുന്ന സംഘങ്ങളും ഇവരും തമ്മിലുള്ള ബന്ധം, ഈ ഗുണ്ടാ നേതാക്കന്മാരും തമ്മിലുള്ള ബന്ധം, അവിടെ ഈ സ്വർണം കയറ്റി വിടുന്നവർ ആർക്കാണ് സ്വർണം കൊടുത്തുവിടുന്നത് എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ ഈ ഗുണ്ടാ നേതാക്കന്മാരോട് പങ്കുവെക്കുന്നു. ഏത് വസ്ത്രമാണ് ധരിച്ചത്, ഏത് ഷർട്ടാണ് ഇട്ടിരിക്കുന്നത് എന്ന കൃത്യമായ വിവരങ്ങൾ കൈമാറുന്നു. ഇവർ നെടുമ്പാശ്ശേരി വിമാനത്താവളം, അതല്ലെങ്കിൽ കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിക്കഴിയുമ്പോൾ, അവർ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ ആ സ്വർണം പൊട്ടിച്ചു കൊണ്ടുപോകുന്നു. അവിടെയാണ് ഇതിന്റെ ചതി. അതിന്റെ ലാഭവിഹിതം ഒരു വിഹിതം ഇവർക്ക് ലഭിക്കുന്നു. മറ്റു തരത്തിലുള്ള ഒരു പരാതിയിലേക്ക് ഒരുപക്ഷെ ഈ സ്വർണം പൊട്ടിക്കൽ കേസുകളിലെ ഇരകളാകുന്നവർ പരാതിയുമായി മുന്നോട്ട് പോകില്ല. അത് തന്നെയാണ്
ഈ ഗുണ്ടാ സംഘങ്ങളെ സംബന്ധിച്ചുള്ള ഒരു എളുപ്പമാർഗം. കാരണം ഒരു ക്രിമിനൽ കേസിൽ പെടാനുള്ള സാധ്യതയില്ല. പക്ഷെ ചില ഘട്ടങ്ങളിലേക്ക് വരുമ്പോഴാണ് അവിടെ കൊലപാതകവും മറ്റുണ്ട്. രാമനാട്ടുകരയിൽ 5 യുവാക്കൾ കൊല്ലപ്പെട്ട ഈ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ട സംഭവം അത് സ്വർണം പൊട്ടിക്കലുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ കൊല്ലപ്പെട്ടത് പെരുമ്പാവൂർ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ഗുണ്ടാ സംഘങ്ങളെന്ന കൃത്യമായ വിവരങ്ങൾ നേരത്തെ പുറത്തു വന്നതാണ്. ഇക്കാര്യം ഔറംഗസേബ് സ്ഥിരീകരിക്കുന്നുമുണ്ട്. ഇത് മാത്രമല്ല, ഇവർ കൊലപാതകം എങ്ങനെയാണ് ഈ കൊട്ടേഷൻ നടപ്പാക്കുന്നത് എന്ന കാര്യം കൂടി ഔറംഗസേബ് പറയുന്നുണ്ട്. കാരണം കേരളത്തിൽ വെച്ചല്ല ഈ സ്വർണം പൊട്ടിക്കലും അതോടൊപ്പം സ്വർണം പൊട്ടിക്കലല്ല ഈ കൊട്ടേഷൻ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നത് കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ചും തമിഴ്നാട്, കർണാടക. ഈ ഉണ്ണിക്കുട്ടൻ എന്ന ഗുണ്ടാ നേതാവിനെ ഈ പെരുമ്പാവൂർ അനസിന്റെ സംഘം, ഔറംഗസേബ് ഉൾപ്പെടുന്ന സംഘം കൊലപ്പെടുത്തിയത് കർണാടകയിൽ കൊണ്ടുപോയിട്ടാണ്. കർണാടകയിൽ വെച്ച് കൊലപ്പെടുത്തുന്നു, കഴുത്തു മുറിച്ച് കൊലപ്പെടുത്തുന്നു. അത് ഈ ഉണ്ണിക്കുട്ടൻ പെരുമ്പാവൂർ അനസിന്റെ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്ന ആളാണ്, പോലീസിന് ഒറ്റുകൊടുക്കുന്നു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉണ്ണിക്കുട്ടനെ കൊലപ്പെടുത്തിയത്. അതിനെക്കുറിച്ച് വിശദമായി ഔറംഗസേബ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരം കൊട്ടേഷൻ പ്രവർത്തനങ്ങളും കുടിപ്പകയും മറ്റ് സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നത്? കാരണം കേരളത്തിലെ പോലെയുള്ള ഒരു സാഹചര്യമല്ല കേരളത്തിന് പുറത്തുള്ള, പ്രത്യേകിച്ച് കർണാടക ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളിൽ. അവിടെ ജയിലുകളില് നല്ലൊരു ട്രീറ്റ്മെന്റ്, നല്ലൊരു സുഖകരമായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം അവർക്കുണ്ട്. മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാം. ഗുണ്ടാ നേതാക്കന്മാർക്ക് ഒരു പ്രത്യേക VIP പരിരക്ഷ അവിടെ ലഭിക്കുന്നുണ്ട് എന്നാണ് ഔറംഗസേബ് പറഞ്ഞു വെക്കുന്നത്. സജിത്ത്.